നമസ്കാരം. ഇന്നത്തെ ചെടിവിശേഷങ്ങളുമായി ഞാൻ ശക്തി. 8848296441 ഇതെൻ്റെ മൊബൈൽ നമ്പർ. അഗ്ലോണിമ ചെടികളെ സാധാരണയായിട്ട് ഇൻഡോർ പ്ലാന്റ് എന്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇതൊരു പക്ക ഇൻഡോറൊന്നുമല്ല. ഇതിന് അത്യാവശ്യമൊക്കെ വെയിലൊക്കെ വേണ്ട ഒരു ചെടി തന്നെയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു ഫംഗ്ഷനൊക്കെ നടക്കുകയാണെങ്കിൽ വീടിനെ മൊത്തത്തിൽ ഒന്ന് കളർഫുള്ളാക്കാൻ ഈ ചെടി കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. ഈ ചെടി ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സിറ്റ് ഔട്ടിലാണ്. ഇവിടെ വെയിലിൻ്റെ ഒരംശം പോലും കിട്ടാത്തൊരു സ്ഥലമാണ്. നമ്മൾ ഈ മേളിൽ ഷീറ്റൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നേരിട്ട് ഇതിന് വെയിൽ കിട്ടില്ല. സാധാരണ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഒരു 10-10:30 വരെ വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്തേക്ക് എല്ലാ ആഴ്ചയും ശനിയാഴ്ച ദിവസമാണ് ഞാനത് ചെയ്യാറുള്ളത്. ശനിയാഴ്ച ദിവസം ഈ ചെടികളെല്ലാം മാറ്റിവെക്കും, കുറച്ചൊക്കെ വെയിലൊക്കെ കിട്ടുന്ന ഭാഗത്ത്. എന്നിട്ട് പോട്ടി മിക്സ് നിറഞ്ഞ് കവിയുന്ന രീതിയിൽ വെള്ളവും കൊടുക്കും. എന്നിട്ട് തിങ്കളാഴ്ച ദിവസം വീണ്ടും ഇതിനെ ഈ സ്റ്റാൻഡിൽ സെറ്റ് ചെയ്യുമായിരുന്നു പതിവ്. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പ്രോപ്പറായിട്ട് എനിക്ക് ചെടികളെ സംരക്ഷിക്കാൻ പറ്റിയിരുന്നില്ല. ഇന്നൊരൽപ്പം വളമൊക്കെ കൊടുക്കാമെന്ന് വെച്ച് ചെടിക്കടുത്തേക്ക് വന്നപ്പോൾ കണ്ടത് ഈ ഇരിക്കുന്ന എല്ലാ ചെടികൾക്കും മുന്നോട്ടൊരു നല്ല വളവ്, അതായത് ഒരു കൂന്. ഏത് ഭാഗത്താണോ വെയിൽ കൂടുതലുള്ളത് ആ ഭാഗത്തേക്ക് ഈ ചെടികളെല്ലാം അങ്ങ് വളഞ്ഞ് കൂനി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഫ്രഷ്നെസ്സായിട്ട് നമുക്കൊരു ചെടി കാണുമ്പം നല്ല നല്ല ഭംഗി തോന്നില്ലേ? പിന്നെ ഒരു ഇലകൾക്കൊക്കെയുള്ള ഒരു ഫ്രഷ്നെസ് അങ്ങനെയില്ല. മൊത്തത്തിലൊരു ഡള്ളായിട്ടിരിക്കുന്ന ഒരവസ്ഥ. അതുപോലെ ഈ സ്റ്റെമ്മ് വളഞ്ഞിരിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ചെടിയെ നമുക്ക് നിവർക്കാനും പറ്റില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റെമ്മ് ഒടിഞ്ഞു പോകും. ഇതൊരു നല്ല ബോക്സറിൻ്റെ ഒരു പ്ലാന്റ് ആയിരുന്നു. ഇതൊരു ബുഷി പോട്ടായിരുന്നു. നല്ല നല്ല ഭംഗിയായിരുന്നു. കണ്ടോ നിൽക്കുന്നത്, വളഞ്ഞ് ഒരു കൂനോട് കൂടി. ഇതിന്ന് നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അകത്തളങ്ങളിൽ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന ചെടികളെ ആഴ്ചയിൽ ഒരിക്കൽ നിർബന്ധമായിട്ടും ചെറിയ തോതിൽ വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വെക്കുക. നിറഞ്ഞു കവിഞ്ഞ് വെള്ളം കൊടുക്കുക. വെള്ളം കൊടുക്കുമ്പോൾ ഉറപ്പ് വരുത്തുക ആ വെള്ളം വാർന്നു പോകാനുള്ള ഹോളുകൾ പോട്ടിനുണ്ടായിരിക്കണം എന്നുള്ളത്. എന്നാൽ നേരിട്ട് വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്തിരിക്കുന്ന കുറച്ച് ചെടികളെ കാണിക്കാം. ഇവിടെ ഞാൻ കൂടുതലും സെറ്റ് ചെയ്തിരിക്കുന്നത് സോംബറ്റാണ്. അതിൻ്റെ ഒരു വളർച്ച, അതിൻ്റെ ഒരു ഭംഗി രക്ഷയില്ല കേട്ടോ. നല്ല രീതിയിൽ നല്ല കരുത്തോടു കൂടി വളരും. അതുപോലെ എന്ത് കളറാണോ ആ ചെടിക്കുള്ളത് ആ കളർ എന്താണോ അതിൻ്റെ പാരമ്യത്തിലെത്തിക്കും ഈ വെയിൽ കിട്ടുന്ന ഭാഗത്തിരിക്കുന്ന ചെടികൾ എന്നുള്ളതാണ്. കണ്ട, അപ്പോൾ എല്ലാവരും നമ്മൾ അകത്തളങ്ങളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ചെടികളെ ഇതേപോലെ ഒരല്പം വെയിലൊക്കെ കൊള്ളിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഈ സമയത്ത് നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസർ നന്നായിട്ട് കൊടുക്കാം. അതായത് നമ്മുടെ വീടുകളിലൊക്കെ തന്നെ നമ്മൾ തൈര് പുളിപ്പിച്ചിട്ട് അതിനകത്ത് തലേദിവസത്തെ കഞ്ഞിവെള്ളം കൂടെ മിക്സ് ചെയ്ത് നേർപ്പിച്ചിട്ട് നന്നായിട്ട് 4 ഇരട്ടി വെള്ളത്തിൽ നേർപ്പിച്ചിട്ടൊക്കെ ചെടിക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഹൈപ്പും ദയവായിട്ട് ആരും മറന്നു പോകരുത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു. ബൈ.